ഞാൻ കുറച്ച് റൂമിൽ പോയി ഒന്ന് കിടന്നു, ശരിക്കും ഒന്ന് ഇറങ്ങി. കാര്യം ഒരു 1.5 മണിക്കൂർ ഓടില്ലെങ്കിലും ശരിക്കും ഒന്ന് ഇറങ്ങി. ഏതായാലും നമ്മളിവിടെ വന്നാലോ കുറച്ച് യാത്ര കൂടെ ആവാമെന്ന് വിചാരിച്ചു. കരൂര് ആ ജംഗ്ഷനാട്ടോ. എന്തൊരു തിരക്കാൻ നോക്കി. ഇത് ഏതിലേക്കോ കുറേ വഴികൾ. ഇനിയിപ്പോൾ ഏത് വഴിക്ക് പോകണമെന്നുള്ള കല്യാൺ ജുവലേഴ്സ് ഉണ്ട്. ഇതിന് നമ്മൾ വന്ന വഴിയാണ്. യെസ്, ഇത് നമ്മൾ വന്ന വഴിയല്ല. യെസ് അല്ല, അവിടുന്ന് നമ്മളൊന്ന് ഏതായാലും ഈ വഴിക്കൊന്ന് പോയി വേണം. കരൂര് നഗരത്തിലെ കാഴ്ചകളാണോ ഞാൻ പോണത്. ഒരു ഷെയർ ഓട്ടോയാണ്. അതിൻ്റെ ഡ്രൈവർ തന്നെ നോക്കണ്ടായിരുന്നു. ഇനി എങ്ങോട്ടെങ്കിലും പോകാനാണെന്ന് വിചാരിച്ചു. അതായത് ഇതിൽ കുറച്ച് ദൂരം കൂടെ ടൗണിൽ കൂടെ, ഈ ടൗൺ മുഴുവൻ നമ്മൾക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. കാരണം സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ ചെന്നൈ ടോപ്പാണ്. ചെന്നൈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ടൗൺ കോയമ്പത്തൂർ മധുര ഉണ്ട്, പക്ഷേ ഇത്രയൊന്നും എനിക്ക് തോന്നുന്നില്ല. അടിപൊളി പരിപാടികളാണ് അവിടെ. നല്ല രസമാണ്. പഴയ കെട്ടിടങ്ങളുണ്ട് ഒരു സൈഡിൽ. ഈ ഒരു സൈഡിലേക്ക് വന്നിട്ട് അധികം പഴയ കെട്ടിടങ്ങളുടെ ഒരു കാഴ്ചകളാണ്. ഇനി എനിക്ക് ഇവിടുന്ന് വർക്ക്ഷോപ്പുകളുടെ ഒരു കാഴ്ചകളിലേക്ക് കൂടെ പോകണം. അത് കഴിഞ്ഞ് നേരെ ഈ റോഡ് പിടിക്കണം എന്നാണ് ഇപ്പോൾ ഒന്നവർ പറഞ്ഞത്. അവിടെ ഒരു ലെഫ്റ്റ് തിരിഞ്ഞ് പോകണ്ടേ, ഏത് വഴിക്കാണെന്ന് അറിയില്ല. ഏതായാലും പോയി നോക്കാം. അടിപൊളി ടൗൺ, അത്യാവശ്യം വൃത്തി, വലിയ കുഴപ്പമില്ലാത്ത വൃത്തിയുണ്ട്. പണ്ടൊക്കെയാണെങ്കിൽ ഈ ഒരു തെരുവിലെ കാഴ്ചകളൊക്കെ എന്തായിരിക്കും അല്ലേ കരൂർന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഫുൾ 4 ലൈൻ അങ്ങനെയുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അതുപോലെ തന്നെ ബ്ലോക്കും വളരെ കുറവാണ്. അതാണ് ഏറ്റവും പറയേണ്ടത്. നമ്മുടെ കേരളത്തിലെ പോലെയല്ല. പ്രത്യേകിച്ച് അവിടെ നല്ല സ്ഥലമുണ്ട് കേട്ടോ. എല്ലാം കൃത്യമായിട്ട് മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമാണത്. കൃത്യമായിട്ട് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് സ്ഥലം ഏറ്റെടുക്കലൊക്കെ പറഞ്ഞത് ഇനിയും ഒരു 2-3 മീറ്റർ കൂടുതൽ വേണമെങ്കിൽ റോഡാക്കാനുള്ള സ്ഥലം സൈഡിൽ കിടപ്പുണ്ട്. അങ്ങനെ ഓരോരോ കാഴ്ചകളും ഉണ്ടാവും ഇതിൻ്റെ ഇടയ്ക്ക്. കാരണം ഇത് തമിഴ്നാടാണ്. തിരുച്ചി, ഇതിപ്പോൾ ട്രിച്ചി റൂട്ടിലാണ് ഞാൻ പോണേ. ട്രിച്ചിക്ക് പോകണ വഴിക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ട്രിച്ചി പോയിച്ച് ഒന്നാണ് കരൂരിലേക്ക്. അപ്പോൾ ഇത് തിരുച്ചിക്ക് പോണ റൂട്ടാണ്. ട്രിച്ചിക്ക് പോണ, തിരുച്ചിറപ്പള്ളിക്ക് പോണ റൂട്ടാണ്. ട്രിച്ചി 75 കിലോമീറ്റർ, തഞ്ചാവൂർ 131 കിലോമീറ്റർ. ട്രിച്ചിയിൽ നിന്ന് വെറും 46 കിലോമീറ്റർ ഉള്ളൂട്ടോ തഞ്ചാവൂർക്ക്. സീ ഫുഡ് എന്ത് വേണം എല്ലാം ഉണ്ട് കരൂരല്ല കരൂരിൽ. അമുത എന്ന് പറഞ്ഞൊരു ഇവിടുത്തെ പ്രത്യേക പേരാണ്. അമുത എന്നുള്ള പേരിന് വലിയൊരു ഇതുണ്ട് ഇവിടെ. ഈ സൈഡിലാണ് ലോഡ്ജുകൾ കൂടുതലപ്പോൾ. ട്രിച്ചിക്ക് പോണ വഴിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ നഗരഭാഗങ്ങളാണ്.
പഴയ രീതിയിലുള്ള കെട്ടിടങ്ങളുടെ ഒക്കെ കാഴ്ചകളാണ്. പക്ഷേ റോഡും അത്യാവശ്യം തെരുവൊക്കെ നല്ല അടിപൊളിയാണ്. അങ്ങോട്ട് പോകുന്നവരും കുറേ അപ്പാർട്ട്മെൻറ്റുകളുടെ കാഴ്ചകൾ. ഇതുവരെ വളരെ കുറച്ച് മാത്രം കാണുന്ന കാഴ്ചകൾ. എത്രയും അപ്പാർട്ട്മെൻറ്റുകളുടെ കച്ചവടമാണ് റോഡ് സൈഡിൽ. നല്ലൊരു ചന്തയാണ് ഇന്ന്. എന്തോരം പച്ചക്കറികളാണെങ്കിൽ ചെറിയ ഉള്ളി വലിയ ഉള്ളി എല്ലാം ഉണ്ട്. നല്ല തിരക്കാണ്. ചെറിയ ചന്തയാണ്. ജനങ്ങൾ നിറഞ്ഞൊഴുകുന്ന റോഡാണ്. തമിഴ്നാട്ടിൽ മിക്കവാറും എല്ലാ ടൗണുകളിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ ട്രെയിനാണ് വന്നെങ്കിൽ എനിക്ക് തോന്നുന്നു, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നു. ഇന്നിപ്പോൾ കുറേ അപ്പാർട്ട്മെൻറ്റുകളുടെ കുറേ കെട്ടിടങ്ങൾ, അതുപോലെ മറ്റേ റെസിഡൻഷ്യൽ ഏരിയകൾ എന്നുവെച്ചാൽ ഒരുപാട് സ്ഥലമുണ്ട് ഇവർക്ക്. ഇതിന് ഔട്ടറായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ആൾക്കാർ താമസിക്കുന്ന വീടുകളും കൂടെയാണ് മുകളിൽ. അപ്പുറം വേറൊരു ടൗണിൻ്റെ കാഴ്ചയുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും നിന്ന് നമുക്ക് അങ്ങോട്ട് പോയി എവിടെ ഒരു റൗണ്ട് ഉണ്ട്, ആ റൗണ്ടിൻ്റെ അവിടെ ലെഫ്റ്റ് തിരിഞ്ഞ് പോകാം. പോകുന്നുണ്ടോ ഇൻഡസ്ട്രീസിൽ കുട്ടി ബസ് തോന്നുന്നു. ഈ ജംഗ്ഷനിൽ റൈറ്റ് തിരിഞ്ഞാണ് കൊച്ചിക്ക് പോകണമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ എഴുതി വച്ചിട്ടൊന്നുമില്ല. ഇത് ലെഫ്റ്റാണോ? ഇത് നമ്മൾ ആദ്യം കണ്ട ബൈപ്പാസിലേക്ക് ഈ റോഡ് എനിക്ക് തോന്നുന്നു. ഈ ബസ് തിരിച്ച് ബസ്സാണ്. ഇത് നോക്കിയറിയാം. റൈറ്റ് അവിടെ തിരിയണം. റൈറ്റ് കഴിഞ്ഞാൽ ഒരു ഫ്ലൈ ഓവർ ഉണ്ട്, അത് കയറിയാണ് ട്രിച്ചിക്കുള്ള ഹൈവേ അടങ്ങണം. ട്രിച്ചി റൂട്ട്. പ്രത്യേകത എന്താ വെച്ചാൽ ഇതുണ്ടോ, അവിടെ ഒരു മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമ ജംഗ്ഷന് നടുക്കുണ്ട്. കഴിഞ്ഞ് വേറൊരു കാഴ്ചയുണ്ട്. അതുപോലെ തന്നെ ജയലളിത, MGR, അണ്ണാദുരൈ അവരുടെ 3 പേരുടെ ഓരോ പ്രതിമകളും അങ്ങേ സൈഡിൽ നിൽക്കുന്നുണ്ട്. ഇത് മഹാത്മാഗാന്ധിയുടെ പ്രതിമ. അതൊക്കെയാണ് ഈ കാഴ്ചകൾ ഈ എപ്പിസോഡിലുള്ളത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.